ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എബൌട്ട് ടു ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു വാസ് എബൌട്ട് ടു എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഈസ് എബൌട്ട് ടു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു വാസ് എബൌട്ട് ടു? എബൌട്ട് ടു എന്ന് പറയുന്നത് തന്നെ എന്താണ്? എന്തോ ഒരു കാര്യം ഉടൻ തന്നെ നടക്കാൻ പോകുവാണ് എന്നാണ് അർത്ഥത്തിലാണ് നമ്മൾ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്, ആം, ആർ പ്ലസ് എബൌട്ട് ടു വേർബ് എന്താണ്? ഫസ്റ്റ് ഫോമിലാണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കൊടുക്കുക, എബൌട്ട് ടു കൊടുക്കുക. ടു കഴിഞ്ഞാൽ എന്താണ്? വേർബ് ഫസ്റ്റ് ഫോമിൽ തന്നെയാണ്. അല്ലാണ്ട് എബൌട്ട് ടു റൈറ്റിംഗ് ഒന്നും പറയില്ല, ING ഇല്ല, വേർബ് ഫസ്റ്റ് ഫോമിലാണ്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഈസ് കൊടുത്തിട്ട് എബൌട്ട് ടു കൊടുത്തിട്ട് വേർബ് ഫസ്റ്റ് ഫോം കൊടുക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് എങ്ങനെ പറയുക? ഞാൻ പഠിപ്പിക്കുകയാണെന്ന് എങ്ങനെ പറയുക? ഐ ആം ടീച്ചിങ് നൗ അല്ലെ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പറഞ്ഞത് ഐ ആം ടീച്ചിങ് നൗ എന്ന് പറഞ്ഞത്. ഇനി അവള് പഠിക്കുകയാണെന്ന് എങ്ങനെ പറയുക? ഷീ ഈസ് സ്റ്റഡിങ്. ഇത് രണ്ടും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ടെൻസ് പഠിക്കലേ വഴിയുള്ളൂ കേട്ടോ. അപ്പോ ഇനി ഞാൻ പറയാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങും. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുവാണ്. അവള് പഠിക്കാൻ തുടങ്ങുവാണ്. കുട്ടികള് കളിക്കാൻ തുടങ്ങാണ്. അതെല്ലാം ഇപ്പൊ കളി തുടങ്ങും. അവരിപ്പോ ഇതെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ആക്കി വരികയാണ്. അതിനാണ് നമ്മൾ ഈസ് എബൌട്ട് ടു ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആം എബൌട്ട് ടു അല്ലെങ്കിൽ ആർ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. ഇപ്പൊ തുടങ്ങും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ല, ഇപ്പോൾ അത് ചെയ്യൊന്നുമല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. The film is about to start. ഫിലിം അല്ലെങ്കിൽ ദ മൂവി ഈസ് about to start. എന്താണ് അപ്പോ? മൂവി തുടങ്ങാൻ പോവാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തുടങ്ങിയോ? ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് സിനിമ തുടങ്ങിയോ? അപ്പൊ നമ്മൾ പറയാണ് about to start, തുടങ്ങാൻ പോവാണ്, ഇപ്പൊ തന്നെ തുടങ്ങും. മനസ്സിലായല്ലോ നിങ്ങള്? ദ ഫിലിം ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്, തുടങ്ങാൻ പോവാണ്. ഇത് നമ്മൾ അതിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് പരസ്യമൊക്കെ വന്നു തുടങ്ങി, തുടങ്ങാൻ പോകുവാണ്. ദ ഫിലിം ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. മനസ്സിലായല്ലോ? അവള് പഠിക്കാൻ തുടങ്ങുവാണ്. അവള് പഠിക്കുകയാണെന്നല്ല നമ്മൾ പറയേണ്ടത്, അവള് പഠിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി വരുവാണ്. എങ്ങനെ പറയാ? ഷീ ഈസ് എബൌട്ട് ടു സ്റ്റഡി. പഠിക്കാൻ തുടങ്ങുകയാണ്. ഷീ ഈസ് എബൌട്ട് ടു സ്റ്റഡി, പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ ഓർക്കും പഠിക്കാൻ തുടങ്ങുവാണ് എന്നുള്ള സ്റ്റാർട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കും. അതല്ലാതെ നമുക്ക് ഈ സെന്റൻസിൽ പറയാൻ കഴിയുമോ? എബൌട്ട് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവള് പഠിക്കാൻ തുടങ്ങുകയാണ്. എബൌട്ട് ടു ലേൺ, ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അതിനുള്ള എല്ലാമായി അതങ്ങ് തുടങ്ങുകയാണ്. അടുത്ത നിമിഷം അത് തുടങ്ങും. ഐ ആം എബൌട്ട് ടു ഗോ. ഞാൻ പോകാൻ തുടങ്ങാണ്. ഞാൻ മുടിയൊക്കെ കോമ്പ് ചെയ്ത് ഒക്കെ ഞാൻ പോകാൻ തുടങ്ങുവാണ്. പോയിക്കൊണ്ടിരിക്കുകയല്ല, ഒന്നുമല്ല. ഐ ആം എബൌട്ട് ടു ഗോ. ഞാൻ പോകാൻ തുടങ്ങുകയാണ്. ദേ ആർ എബൌട്ട് ടു ഈറ്റ്. കഴിക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് കഴിച്ചിട്ടില്ല. ദേ ആർ ഈറ്റിംഗ് അല്ല, ദേ ഏറ്റുമല്ല, പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഒന്നാണ് എന്ത്? ദേ ആർ എബൌട്ട് ടു ഈറ്റ്, കഴിക്കാൻ തുടങ്ങുവാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അടുത്ത നിമിഷം തുടങ്ങും എന്ന് നമ്മൾ പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് എബൌട്ട് ടു അല്ലെങ്കിൽ ആം എബൌട്ട് ടു, ആർ എബൌട്ട് ടു പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് വാസ് എബൌട്ട് ടു, വേർ എബൌട്ട് ടു. ഐ വാസ് എബൌട്ട് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഐ വാസ് ഈറ്റിംഗ് അല്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഐ വാസ് എബൌട്ട് ടു ഈറ്റ്. ദേ വേർ എബൌട്ട് ടു ഗോ. അവർ പോകാൻ തുടങ്ങുമായിരുന്നു, പോകാനിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ പറയാ? പോകാനിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പോകാൻ തുടങ്ങുമായിരുന്നു. ഇനി ഷീ വാസ് എബൌട്ട് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. അവൾ പേപ്പർ വായിക്കാനിരിക്കുകയായിരുന്നു, പേപ്പർ വായിക്കാൻ തുടങ്ങുമായിരുന്നു. ഷീ വാസ് എബൌട്ട് ടു റീഡ് ദ ന്യൂസ് പേപ്പർ.
തുടങ്ങുവായിരുന്നു പേപ്പർ വായിക്കാൻ. ഇനി അവള് പേപ്പർ വായിക്കാൻ തുടങ്ങുവാണ് എന്ന് എങ്ങനെയാ പറയുക? ഷീ ഈസ് എബൌട്ട് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. അടുത്ത നിമിഷം അവള് വായിച്ചു തുടങ്ങും. വളരെ എളുപ്പമല്ലേ ഇത് പറയാം. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു എഴുതേണ്ട കാര്യത്തിലൊക്കെ ഇത് വളരെ കുറവാണ് ഈ എബൌട്ട് വരെ. നമുക്ക് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എബൌട്ട് ടു. ഐ വാസ് റീഡിംഗ് അല്ല, ഐ ആം റീഡിങ്ങും അല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് എന്ത്? വാസ് എബൌട്ട് ടു, ഈസ് അല്ലെങ്കിൽ ആസ്, ആമാറ് എബൌട്ട് ടും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ ക്ലിയർ ആയല്ലോ. അപ്പോ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, ജനുവരി 6 മുതൽ പുതിയ ബാച്ച് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷൻ ഉണ്ട്, അത് മോർണിംഗ് ആണ്. ഇനി നിങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വൈകുന്നേരമാണ് ഉണ്ടാവുന്നത്. 30 days വരുന്ന ബേസിക് ക്ലാസ് ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, എനിക്ക് ബേസിക് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ സംസാരിച്ച് പഠിക്കാം. നിങ്ങൾക്ക് സംസാരിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അങ്ങനെയും കോഴ്സുകളുണ്ട്. പ്ലസ് എന്തുണ്ട്, 20 days വരുന്ന കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾ പെട്ടെന്ന് തന്നെ പേരൻസിനെ വിളിക്കണം. കാര്യം ഇപ്പൊ തന്നെ എനിക്ക് കുറെ പേരെ ഞാൻ എടുക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും ജനുവരി 6 മുതൽ തുടങ്ങാണ്, ജനുവരി 6. അപ്പൊ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണില്ല, കട്ട് ചെയ്യാണ് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ക്ലാസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എഡിറ്റിങ്ങിലാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വോയിസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എബൌട്ട് ടു മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.